ഹാള് കേട്ടോ. ഇവിടെയാണ് സോഫ. കോമൺ ബാത്റൂമാണ് കേട്ടോ. ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ്. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ വീട് കാണണ്ടേ നിങ്ങൾക്ക്? എൻ്റെ വീട് ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. അപ്പം കുറേ പേര് കമൻറ്റ് ഇട്ട് ഇത്താടെ വീടൊന്ന് കാണിക്കണേ, വീടൊന്ന് കാണിക്കരുത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഹോം ടൂറാണ് കേട്ടോ. അപ്പം കാണാമോ വീഡിയോ? വാ, വീട് കാണാം. സോറി, വീഡിയോ അല്ല, വീട് കാണാം. വാ, ഇതാണ് എൻ്റെ വീട് കേട്ടോ. വാ പൂസ, ബാക്കി കാണിച്ചു കൊടുക്കട്ടെ. വാ, ഇതാണ്. ഇത് രാവിലെ പിന്നെ ഉമ്മ പൊത്താനുണക്കാൻ ഇട്ടിരിക്കും കേട്ടോ. വേണ്ടേ, ഇതാണ് വാപ്പാടെ ചെടികൾ കേട്ടാ. മാവ്, ആന്തൂര്യം, ഓർക്കിഡ്. ദാണ്ട് ഇത് കണ്ടോ, ഇത് വാപ്പ ഇവിടെ പിന്നെ എന്നും ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടാ. കാക്കയ്ക്കും കുയിലിനും കുരുവിക്കും ഒക്കെ ഫുഡ് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് അകത്തോട്ട് കൊണ്ട് പുറത്ത് കാണിക്കണോ? ഇവിടെ കാണിക്കല്ലേ? ഇവിടെ കാണിച്ചിട്ട് പോവാം. ഇത് ഞങ്ങളുടെ വണ്ടി കേട്ടോ. ഇതാണ്ട് ഇതെല്ലാം വാപ്പാടെയാണ് കേട്ടോ. ഇത് പിന്നെ മറ്റേ തോട്ടുപുളി. ഇതിലാദ്യം മീനുണ്ടായിരുന്നു. ഇത് ഫുള്ള് മീൻ അടിച്ചാണ് കേട്ടോ. ഇപ്പം മീനൊന്നുമില്ല. പിന്നെ ഇതെല്ലാം മാവ്, റോസ. ഇത് സ്കൂട്ടറായിരിക്കുന്നത്. ഇനി അകത്തോട്ട് പോകാം. വാ, ഇത് ഞങ്ങളുടെ ഷൂ ഇടുന്ന റാക്ക് കേട്ടോ. സിറ്റ് ഔട്ട് കേട്ടോ. ഇത് സിറ്റ് ഔട്ട്. അപ്പൊ അതിന് ഹാള് കാണിക്കാം. ഹാളിലെ ട്യൂബ് ആണെങ്കിലുണ്ടല്ലോ, ഇന്നലെ ഞങ്ങൾ ഫ്യൂസ് ആയിപ്പോയി. അപ്പൊ ഇനി വാപ്പ വരണം, ട്യൂബ് കൊണ്ടുവരണം. അപ്പൊ ഇതിൽ കിടക്കുന്ന ലൈറ്റ് വെട്ടവേ ഉള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ എന്താ? ഇതാണ് ഞങ്ങളുടെ ഹാള് കേട്ടോ. ഞങ്ങളുടെ ഇത് ടി വി സ്റ്റാൻഡ്, കൂളർ കേട്ടോ. AC ഒന്നുമില്ല, കൂളറാണ്. പിന്നെ ഇൻവെർട്ടർ. കണ്ടല്ലോ, ഹാള് ഫുള്ള് കണ്ടല്ലോ. ഇനി ബാ ഇനി അടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ. ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ്. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ റൂമിന്റെ ജനല് ഞാൻ തുറന്നിടും. എനിക്ക് ജനൽ അടച്ചിടുന്ന ഇഷ്ടമല്ല കേട്ടോ. ഇനി വാ, വാപ്പാന്റെ ഉമ്മാന്റെ റൂം കാണിക്കാം. കണ്ടല്ലോ ഞങ്ങളുടെ റൂം. ഇനി വാപ്പാന്റെ ഇതാണ് വാപ്പാന്റെ ഉമ്മാന്റെ റൂം കേട്ടോ. ഇത് സത്യത്തില് ഡൈനിങ് ടേബിൾ ഇടാനായിട്ടിരുന്ന റൂമായിരുന്നു കേട്ടോ. അപ്പം ഹാങ്ങളെ 2 റൂമേ ഉള്ളായിരുന്നു. ഇത് ഡൈനിങ് ടേബിളിനായിട്ടുള്ള റൂമായിരുന്നു. അപ്പൊ ഇതില് പിന്നെ ഹാങ്ങളെയും ഭാര്യ അപ്പൊ ആ റൂമിലായതുകൊണ്ട് വാപ്പ ഉമ്മായി ഡൈനിങ് ടേബിൾ കിടക്കുന്ന റൂമിലാണ് കേട്ടോ. അപ്പൊ കസേര ഇവിടെ ഓൾറെഡി എടുത്ത് മേളി വെച്ചിരിക്കുവാണ്. ഇരിക്കാൻ സ്ഥലമില്ല. കാരണം ഇട്ടാൽ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്ന അടുക്കള ഇരുന്നാണ് കേട്ടോ. അടുക്കള നിലത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഇത് ഡൈനിങ് ടേബിള്, ഇതൊരു കിടക്കാൻ കട്ടിലിതാ. ഇതാണ് കേട്ടോ. ഇതെല്ലാം വാപ്പാട ജോലിക്ക് ഇട്ടുകൊണ്ടുവന്ന തുണികളാണ്. അങ്ങനെ റൂം കേട്ടോ. അങ്ങനെ ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, കൈയിടില്ല. നാത്തു മാത്രമേ ഉള്ളൂ. അപ്പൊ നാത്തൂന്റെ റൂമാണ്. നാത്തൂന് ഇന്ന് ഇവിടെ ഇല്ല കേട്ടോ. അവരുടെ വീട്ടിലാണ് പോയേക്കുന്നത്. അപ്പൊ വീട്ടിൽ പോയിട്ട് 2 ദിവസമായി, വന്നിട്ടില്ല. അപ്പൊ ഇതാണ് അവരുടെ റൂം. ഇത് കട്ടില്. ഇതാ ഇവിടെ വന്നപ്പോ സാർ ഇവിടെ ഒരു ബാത്റൂം കേട്ടോ. ഇവിടെ ഒരു ബാത്റൂം. വാ, ഇനി നമുക്ക് കിച്ചൺ കാണാം. ഉമ്മ കുക്ക് ചെയ്യുവാണ്. കിച്ചണിൽ പോവാ. വാ, ഞാൻ എൻ്റെ വീടൊക്കെ ഒന്ന് കാണിക്കുവാണ് കേട്ടോ. വാ, ഇതാണ് ഉമ്മ മീൻ പൊരിക്കുവാണ്. ഉമ്മ കുക്ക് ചെയ്യുവാണ്. കിച്ചണിൽ ഇപ്പൊ നോക്കണ്ട കേട്ടോ. ഉമ്മ ജോലിയിലാണ്. മോളെന്തോടാൻ പോകുന്നത്? ഇതെല്ലാം ഇനിയിപ്പോ കുടിച്ച് കഴിയാലോ. കുക്ക് ചെയ്തിട്ടേ ഇവിടെല്ലാം വൃത്തിയാക്കത്തുള്ളൂ കേട്ടാ. അപ്പൊ കണ്ടല്ലോ ഞങ്ങളുടെ കിച്ചന് അവിടെ കൊച്ചൊരു വീടാണ് കേട്ടോ. ഇനി പുറവ് ഭാഗം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ അടുക്കളയുടെ പുറവ് ഭാഗം കേട്ടോ. ഇതെല്ലാം രാവിലെ തൂത്തിട്ടേക്കുവാണ് കത്തിക്കാൻ വേണ്ടി. മുകളിലോട്ടോ, ടെറസിന്റെ ഭാഗത്തോട്ട്. ഇത് കൊട്ടിലാണ് കേട്ടോ. കൊട്ടിലെന്ന് ഞങ്ങൾ പറയുന്ന പൊത്താനൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി, വിറകൊക്കെ. പിന്നെ ഇവിടാണ് വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. ഇത് പിന്നെ പുറത്തെ ബാത്റൂം കേട്ടോ. ഈ ഇങ്ങോട്ട്
ഇങ്ങോട്ട് അങ്ങനെ പോത്തില്ല കേട്ടോ. ഇവിടെ ഫുള്ളും വാഴയും ബാഹപുസ്തകം കാണിച്ചു കൊടുക്കുന്നത്. വാഴയും ചേമ്പും ചേനയൊക്കെ അപ്പം നട്ട് വെച്ചേക്കോട്ടോ. ഇത് മറ്റേ ആട്ടിച്ചക്കയെന്ന് പറയില്ല, വലുതിൽ മുള്ളുള്ള ചക്കയില്ല. അതാവാ ഇതൊരു ഞാറപ്പഴം. ഞാറപ്പഴല്ല, ചാമ്പയ്ക്ക കേട്ടോ. അതാണ്ട് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, 2 ചാമ്പയ്ക്ക നിപ്പുണ്ട്. ഇനി കുറച്ചുകൂടെ വലുതായിട്ട് കഴിക്കാനതാ ചാമ്പയ്ക്ക. വാ, അപ്പൊ കണ്ടല്ലോ, ഇതാണ് എൻ്റെ കൊച്ചു വീട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞില്ലേ ആങ്ങളൊക്കെ വീട് പണി നടക്കുവാണ്. അപ്പോൾ ആങ്ങളുടെ വീട് പണി അവിടെ ഞാൻ ഒരു ദിവസം പോയിട്ട് എടുത്തു തരാം കേട്ടോ. ആങ്ങളുടെ അവരുടെ വീട് ഞാൻ അതിൻ്റെ വീഡിയോ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം, അവരുടെ വീടിൻ്റെയൊക്കെ. അപ്പം അവരുടെയൊക്കെ വീട് ഇൻഷാ അല്ലാഹ് അതെല്ലാം പാലുകാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ അങ്ങ് കൊടുക്കും കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം മഴ പെയ്യുമ്പോൾ ഇവിടെ റോഡിൽ വെള്ളം നിൽക്കും. പക്ഷേ ഇപ്പം റോഡിൻ്റെ സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ റോഡ് പണി ഉടനെ കാണും. അപ്പം പിന്നെ കുഴപ്പമില്ല കേട്ടോ. വീടൊക്കെ ഇത് വിറ്റിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകാനാണ്. അപ്പം എന്നിട്ട് നല്ലൊരു നമ്മുടെ സ്വപ്നം പോലെ ഒരു വീട് വെക്കണം കേട്ടോ, ഞങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 9 വർഷമായി കേട്ടോ. അപ്പം കണ്ടല്ലോ എല്ലാവരും ഞങ്ങളുടെ വീട്. കുറേ പേര് ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം പോലെ ഞാൻ എൻ്റെ വീട് ഇട്ടതാണ്, ഹോം ടൂർ. അപ്പോൾ ഇനി വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ ഒരു വീഡിയോ കാണുന്നവരെ പറയാൻ മറന്നുപോയി. എല്ലാവരും ചോദിച്ചു ഷെബിയുടെ വീട്ടിൽ പോകുന്ന എപ്പോഴും എടുക്കത്തില്ല കേട്ടോ. ഷെബിയുടെ വീട്ടിൽ പോകുന്ന അവിടെ വീഡിയോ എടുക്കുന്നതൊന്നും അവർക്ക് അങ്ങനെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ. വീഡിയോ ഇഷ്ടം വരാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് കൂടുതൽ അങ്ങോട്ട് പോകുന്നതിന് വീഡിയോ എടുക്കാത്തത് കേട്ടോ. ഇന്നലെ ഷെബി പോയായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ ഉമ്മാക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല എടുക്കാൻ. എന്നാലും ഞാൻ നിർബന്ധിച്ചെടുക്കുന്നതാണ്. കാരണം എനിക്ക് അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ കാണാൻ വേണ്ടി, അതുകൊണ്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഉമ്മ ഒക്കെയാണ് വീഡിയോ എടുക്കാൻ, വാപ്പ ഇഷ്ടമല്ല, അനിയത്തിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവിടെ പോകുമ്പോൾ കൂടുതൽ വീഡിയോ അങ്ങനെ എടുക്കാത്തത്. ഇവിടെ പിന്നെ വാപ്പ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരോടും താങ്ക് യു.